ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പൂവ് ഗ്ലോബ് അമരന്ത് അല്ലെങ്കിൽ വാടാമല്ലി. ഈ വാടാമല്ലീനെ ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടമല്ലി എന്നും വിളിക്കാറുണ്ട്. അതിൻ്റെ പൂക്കൾ ചെറിയ ചെറിയ ഉണ്ടകളായതുകൊണ്ടായിരിക്കാം ഉണ്ടമല്ലി എന്നുള്ളൊരു പേരും കിട്ടിയത്. വേറെ നാടുകളിൽ ഈ വാടാമല്ലീനെ വാടാമുല്ല എന്നും വിളിക്കാറുണ്ടെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്ന ഈ ബാക്കി പൂക്കളെ അപേക്ഷിച്ച് ഇത് ഈ വാടാമല്ലിപ്പൂവ് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസമൊക്കെ അത് ഇങ്ങനെ ഉണങ്ങാതെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിന് വാടാമല്ലി അല്ലെങ്കിൽ വാടാമുല്ല എന്ന് പേര് വന്നതെന്ന് തോന്നുന്നു. പിന്നെ വളരെ ഒരു രസകരമായൊരു കാര്യം ഇതിൻ്റെ കളറാണ്. ഇതിൻ്റെ കളറ് നമുക്ക് പ്രത്യേകിച്ച് എന്ത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിങ്ക് ആണോ അല്ലെങ്കിൽ റെഡ് ആണോ അല്ലെങ്കിൽ റോസാണോ അല്ലെങ്കിൽ വയലറ്റ് ആണോ എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ പൊതുവെ ഈ ഒരു കളറിനെ നമ്മൾ വാടാമല്ലി കളർ തന്നെയാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൂവ് കാരണം ഒരു കളർ തന്നെ മലയാള ഭാഷയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാരി പാവാടിയൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ പറയും വാടാമല്ലി കളറിൽ വേണമെന്ന് പറയും. അപ്പം ഒരു കളറ് തന്നെ ഈ പൂവിൻ്റെ പേരിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പിന്നെ നെറ്റിലൊക്കെ പറയുന്നത് ഈ പൂവ് ഒരു എഡിബിൾ പൂവാണെന്നാണ്. അതായത് നമുക്ക് കഴിക്കാൻ പറ്റും, ഒരുപാട് മെഡിസിനൽ ക്വാളിറ്റീസ് ഈ പൂവിനുണ്ടെന്നാണ്. പക്ഷേ നമ്മളുടെ അവിടെ അങ്ങനെ അത് കഴിച്ച് കണ്ടിട്ടില്ല. കൂടുതലും ഏറ്റവും ഇത് പൂക്കളത്തിന് ഭയങ്കര ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പൂവാണ്. കാരണം ഇതിൻ്റെ ഇതള് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ പൂക്കളത്തിന് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പൂവാണ്. പിന്നെ ഇത് മാല കെട്ടാനും അല്ലെങ്കിൽ ഈവൻ റീത്ത് സെറ്റ് ചെയ്യാനൊക്കെ വാടാമല്ലി യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂവ് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ദീപ്തിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പൂവായിട്ട് നാളെ വരാം. ബൈ.